ഹായ് എവരിവൺ. സോ MBBS BDS അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഇന്നലെ MCCയുടെ വെബ്സൈറ്റിൽ വന്ന പുതിയ സ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും. ആ സ്കെഡ്യൂളിനെ പറ്റി ജസ്റ്റ് ഒന്ന് നമുക്ക് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ തവണ കേരളയുടെ സ്ട്രേ വേക്കൻസി വന്ന ടൈമിൽ ആദ്യം ഒരു സ്ട്രേ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും പിന്നീട് MCCയുടെ നിർദ്ദേശപ്രകാരം ആ ഒരു ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിന്റെ റീസൺ എന്താണെന്നും നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പൊ മിസ് പറഞ്ഞു തരാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്ന നിലവിലെ സ്കെഡ്യൂൾ ഒന്ന് നോക്കാം. റൗണ്ട് 3യുടെ സ്കെഡ്യൂള് ഓൾ ഇന്ത്യയുടെയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീംഡിന്റെ ഒക്കെ നടക്കുന്നത് October 11th വരെയാണ്. 21st ഒക്ടോബറിനാണ് ജോയിനിങ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ 22nd മുതൽ 23rd വരെ നടക്കും. സ്റ്റേറ്റിന്റെ തേർഡ് റൗണ്ട് പറഞ്ഞിരിക്കുന്നത് 10th ഒക്ടോബർ മുതൽ 21st ഒക്ടോബർ വരെയാണ്. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് 27th, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് 27th ഒക്ടോബറിനാണ്. വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ 28th തൊട്ട് നടക്കും. യെസ്, അങ്ങനെയാണ് തേർഡ് റൗണ്ട് പോകുന്നത്. അതിനുശേഷം സ്ട്രേ വേക്കൻസി റൗണ്ട് ആയിരിക്കും. സ്ട്രേയുടെ ഓൾ ഇന്ത്യയുടെ സ്ട്രേ സ്റ്റാർട്ട് ചെയ്യുന്നത് October 24th മുതൽ 31st വരെയാണ്. October 31st വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് പറയുന്നത് 7th November ആണ്. കേരളയുടെ സ്ട്രേയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റുകളുടെ എല്ലാം 29th ഒക്ടോബർ മുതൽ 3rd November വരെ ആയിരിക്കും. ജോയിനിങ് ഡേറ്റ് എന്ന് പറയുന്നത് November 7th ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ വീണ്ടും വേക്കൻസി കിടക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യക്കൊക്കെ റൗണ്ട് 2 ഉണ്ടായിരിക്കും വേക്കൻസികൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ. എനിവേ, നവംബർ മാസത്തോടുകൂടി ഇത്തവണത്തെ നമ്മളുടെ MBBSന്റെയും BDSന്റെയും ഒക്കെ അലോട്ട്മെന്റ് പ്രോസസ്സ് അങ്ങനെ എൻഡ് ചെയ്യുകയാണ്. പിന്നെ ഡിസംബർ ജനുവരി മാസം കഴിയുന്നതോടെ അടുത്ത 2026 നീറ്റ് എക്സാമിന്റെ അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളും ഒക്കെ വരും. അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ. യെസ്, ഓക്കെ. അപ്പൊ ഇനി സ്കെഡ്യൂൾ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട. പുതിയ സ്കെഡ്യൂൾ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. ആർക്കൊക്കെയാണ് സ്ട്രേ വേക്കൻസി റൗണ്ടിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനു മുൻപ് തേർഡ് റൗണ്ടിന്റെ പ്രത്യേകതകളും നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, തേർഡ് റൗണ്ടിൽ സീറ്റ് ലഭിച്ചിട്ടും മക്കൾക്ക് ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആവാം. പക്ഷെ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നഷ്ടപ്പെടും. അതേപോലെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെടുക. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഓൾ ഇന്ത്യയുടെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്, സ്ട്രേയിലേക്ക് പോവാനായിട്ട് പറ്റില്ല. കേരളയ്ക്കും അങ്ങനെ തന്നെയാ. ഓൾ ഇന്ത്യയുടെ ആണെങ്കിലും കേരളയുടെ ആണെങ്കിലും തേർഡ് റൗണ്ടിൽ അഡ്മിഷൻ കിട്ടിയിട്ടും അലോട്ട്മെന്റ് കിട്ടിയിട്ടും ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ട്രേയിലേക്ക് പോവാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ കംപ്ലീറ്റ് ഈ കൗൺസിലിംഗ് പ്രോസസ്സിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ കാര്യം ഓർക്കുക. അതേപോലെ തേർഡ് റൗണ്ടിൽ വൺസ് ഓൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇനി ഒരു അപ്ഗ്രഡേഷനും കാര്യങ്ങളും ഒന്നുമില്ല. വൺസ് കിട്ടിയിട്ടുണ്ടോ ആ കോളേജിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്ഗ്രഡേഷൻ ഇസ് നോട്ട് പോസിബിൾ. സ്ട്രേ വേക്കൻസി റൗണ്ട് വരുമ്പോൾ പോയിട്ട് അപ്ഗ്രേഡ് ചെയ്തേക്കാം, മറ്റൊരു കോളേജിലേക്ക് മാറാന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമുക്ക് അപ്ഗ്രഡേഷൻ ഒരിക്കലും അവിടെ പോസിബിൾ അല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ റൗണ്ട് 2ൽ ഇപ്പോ മൈസൂരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയ കുട്ടികൾക്ക് റൗണ്ട് 3ൽ അപ്ഗ്രഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ മസ്റ്റ് ആയിട്ടും ആ റൗണ്ട് 2ലെ സീറ്റ് റിലീവ് ചെയ്ത് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് പോകണം. ആ ഒരു കാര്യം കൂടെ മൈൻഡിൽ ഓർമ്മ വേണം. യെസ്, അത്രയുമാണ് ഓൾ ഇന്ത്യയുടെ കാര്യം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ഇനി നമുക്ക് സ്ട്രേ വേക്കൻസി ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ട്രേ വേക്കൻസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഓൾ ഇന്ത്യയുടെയും കേരളയുടെയും? അപ്പൊ ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസിയാണ് ആദ്യം നോക്കുന്നത്. യെസ്, ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസി അനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. റിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ 2026 നീറ്റ് എക്സാമിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൗണ്ടാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, സ്ട്രേ വേക്കൻസികൾക്കെല്ലാം ശേഷം പിന്നീട് റൗണ്ട് ഇല്ല. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നെങ്കിൽ അവിടെ കളയേണ്ടി വരുന്നത്. അതുകൊണ്ട് അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റൗണ്ടാണ് സ്ട്രേ. അപ്പൊ കേരളത്തിന്റെ സ്ട്രേ വേക്കൻസി റൗണ്ടിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. കഴിഞ്ഞ തവണ 2024 നീറ്റില് ആദ്യം ഒരു സ്ട്രേ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ആ സ്ട്രേ വേക്കൻസി ലിസ്റ്റ് വന്ന് അതിനുശേഷം MCC ഇതേപോലെ പറയുന്ന MCCയുടെ ഒരു നോട്ടിഫിക്കേഷൻ സിയിലേക്ക് കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ
ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളെ ഒരിക്കലും കേരളയുടെ സ്ട്രേ വേക്കൻസിയിൽ എന്ത് ചെയ്യണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കിട്ടി. അത് പ്രകാരം ആദ്യം ഒരു അലോട്ട്മെന്റ് ലിസ്റ്റ് വരികയും എന്നാൽ കേരളത്തിൽ അതിനുശേഷം ഈ ഒരു MCCയുടെ ഈ ഒരു നിർദ്ദേശാനുസരണം ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് ഈ കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ലിസ്റ്റ്, സ്ട്രേ വേക്കൻസി ലിസ്റ്റ് കേരള പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പൊ സ്ട്രേ വേക്കൻസി ലിസ്റ്റ് റീപബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത് MCCയുടെ ആ ഒരു ഇതനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ MCCയുടെ സ്ട്രേയുടെ ലാസ്റ്റ് റൗണ്ടിൽ ഇത് കിട്ടിയ അഡ്മിഷൻ കിട്ടിയ കുട്ടികളെ ഒരിക്കലും കേരളത്തിലേക്ക് കഴിഞ്ഞ തവണ കൺസിഡർ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ തേർഡ് റൗണ്ട് വരെ അലോട്ട്മെന്റ് ഒന്നും കിട്ടാത്ത കുട്ടികളോടാണ്, ഒരിടത്തും ജോയിൻ ചെയ്യാത്ത ആളുകൾ സ്ട്രേ വേക്കൻസി റൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഓൾ ഇന്ത്യയുടെ സ്ട്രേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കേരളയുടെ സ്ട്രേയിലേക്ക് ചിലപ്പോൾ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. അപ്പൊ കഴിഞ്ഞ തവണ കൺസിഡർ ചെയ്തിട്ടില്ല, ആ ഒരു കാര്യം തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ MCCയിൽ നിന്നൊരു നിർദ്ദേശം പോവുകയാണെങ്കിൽ നമ്മളെ കേരളത്തിന്റെ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ നിന്നും ഒഴിവാക്കും. അതുപോലെ ബാക്കി വരുന്ന വളരെ കുറച്ച് സീറ്റുകളിലേക്കാണ്. അത് എത്രയാണെന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ സീറ്റുകൾ കൂടുതൽ ഉണ്ടാവും, ചിലപ്പോൾ സീറ്റുകൾ കുറവായിരിക്കും, ഉണ്ടാവില്ല. അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയില്ല എത്ര സീറ്റുകളാണ് വേക്കൻസി വരാൻ പോകുന്നത്, സ്ട്രേയിൽ എത്ര വേക്കൻസി ഉണ്ടായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. ആ വേക്കൻസിയും കാര്യങ്ങളും ഒക്കെ ആ ഒരു റൗണ്ടിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പൊ ആ ഒരു റൗണ്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. റൗണ്ട് തുടങ്ങുന്നതിന് മുൻപ് മിസ് നിങ്ങൾക്ക് ആ റൗണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. വളരെ സൂക്ഷിച്ച് മാത്രം ഇനി വരുന്ന റൗണ്ടുകളിലേക്ക് കടക്കുക. യെസ്, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തീരുമാനമെടുക്കുക. നമ്മളുടെ അവസാന അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ എല്ലാവർക്കും തന്നെ ഈ വർഷം തന്നെ കിട്ടട്ടെ. കിട്ടാത്ത ആളുകൾ വിഷമിക്കരുത്. നമ്മളുടെ മുന്നിൽ ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 2026 നമ്മളെ കാത്തിരിക്കുകയാണ്. വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. പ്രിപ്പറേഷൻസ് ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു 1000 റാങ്ക് തന്നെ എയിം ചെയ്ത് ഇനി പഠിക്കാനുള്ള കുട്ടികൾ, പുതുതായിട്ട് നോക്കുന്ന ആളുകൾ അങ്ങനെ എയിം ചെയ്ത് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.